എട്ടാം പ്രതി ദിലീപിന്റെ അടുത്ത സുഹൃത്തായ നാദിർഷയുടെ റോൾ എന്താണ്? നാദിർഷ ബുദ്ധിപരമായി കൈ കഴുകിയെന്നാണ് പൾസർ സുനി പറയുന്നത്. നാദിർഷയ്ക്ക് പേടിയുണ്ടെന്ന് പൾസർ സുനി പറയുന്നു. നാദിർഷ പിന്നെ എനിക്ക് തോന്നുന്നു വളരെ ബുദ്ധിപരമായി പുള്ളിക്ക് പേടിയുണ്ട്. പക്ഷെ പുള്ളിക്ക് ഒന്നും പറയാനും പറ്റില്ല, പുള്ളിക്ക് ഒരു തീരുമാനം എടുക്കാനും പറ്റില്ല ഒരു അവസ്ഥയിലാണ് പുള്ളി നിക്കണം. പുള്ളി ഇങ്ങനെ ഞാനൊന്നും പറഞ്ഞില്ല, അങ്ങനത്തെ പോക്ക് പോണ. ഇതാണ് പ്രതികരണം. കാവ്യ മാധവന്റെ അച്ഛനുമായി സാമ്പത്തിക ഇടപാട് നടത്തിയിട്ടുണ്ടെന്നും പൾസർ സുനിയുടെ വെളിപ്പെടുത്തൽ. കാവ്യയും അച്ഛനുമായി നല്ല പരിചയമുണ്ട്, എന്നാൽ പരിചയമില്ലാത്തതുപോലെ കാവ്യയുടെ അച്ഛൻ നടിച്ചു. കാവ്യയുടെ അച്ഛൻ പരിചയമില്ലെന്ന് പറഞ്ഞത് അഭിഭാഷകന്റെ ബുദ്ധിയെന്നും പൾസർ സുനി വെളിപ്പെടുത്തി. ഇപ്പോൾ കാവ്യയുടെ അമ്മയും അച്ഛനും സ്വഭാവം നിങ്ങളിപ്പോൾ എല്ലാവരും വളരെ മാന്യമായി ഇടപെടും. അവരുടെ അച്ഛനും അമ്മയായിട്ടും കാവ്യയായിട്ടും എല്ലാം ഭയങ്കരമായിട്ട് അടുപ്പമാണ് സ്വഭാവം. അപ്പോൾ അവരിങ്ങനെ തള്ളി പറയുന്ന സാഹചര്യം ഞാൻ ആസ്വദിക്കുമായിരുന്നു. എനിക്ക് അതൊക്കെ ഒരു എനർജി ആയിക്കാണ്. അതൊക്കെ എനിക്ക് ആ കോടതി പോയതുകൊണ്ട് മാത്രം എൻ്റെ അടുത്ത് ഞാൻ പറയുന്നത്, അയ്യോ ഇതാണ് പ്രശ്നം, ഇതിൽ ഞാൻ ടി വിയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ, ഇപ്പോഴാണ് നേരിട്ട് കാണുകയെന്ന് പറയുമ്പോൾ ഞാൻ അപ്പം ആലോചിച്ചു രാമപിള്ള ബുദ്ധി ഇതൊക്കെ. അപ്പോൾ എനിക്ക് ചിരിക്കാനും പറ്റാത്ത ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ എനിക്ക് ചിരിക്കാൻ പറ്റുമോ? കോടതിയിൽ ഇരിക്കുമല്ലേ, ആ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. ആ മുന്നിൽ നിന്ന് നോക്കിയിട്ടാണ് പറയണേന്ന്. ഈ നാറിയായിട്ട് കാശ്മീർ കാര്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാനും ഇടയ്ക്ക് ആയിട്ടുള്ള അറിയില്ലെന്ന് പറയണ ഒരു സ്വാഭാവിക ഒരു അന്തസ്സുണ്ട്, അവൻ അറിയില്ല. അത് ഏത് സാക്ഷിക്കൂട്ടിൽ കയറിയെന്നാലും പറയാം. പക്ഷെ ഈ ഡയലോഗ് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ആൾക്കാർ ജഡ്ജ് എന്ത് വിചാരിക്കുന്നു? റോഷേട്ടാ പക്ഷെ എന്നെ പറഞ്ഞ മനസ്സിലായോ? അയ്യോ ഞാൻ അങ്ങനെ പറയുമ്പോഴേ സ്വാഭാവികമായിട്ട് ആരെന്ത് ചിന്തിക്കും? റോഷിവാൽ ചേരുന്നുണ്ട്. റോഷിവാൽ, ഈ സംശയമുനയിൽ ദിലീപ് എത്തിച്ച ശ്രീകുമാർ മേനോനും മഞ്ജു വാര്യർക്കും ഇതിൽ പങ്കില്ലെന്ന് പൾസർ സുനി വെളിപ്പെടുത്തുകയാണ്. അപ്പോഴും ഈ ദിലീപിന് ചുറ്റുമുള്ളവരെ കുറിച്ച്, ഒപ്പം നിൽക്കുന്നവരെ കുറിച്ചൊക്കെ പൾസർ സുനിക്ക് കൃത്യമായി അറിയാമെന്നല്ലേ ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കേണ്ടത്? റോഷ്നി, നടിയാക്രമിച്ച കേസിൽ ഇപ്പോഴും ദിലീപും സംഘവും ഉയർത്തുന്ന വാദം അത് തന്റെ മുൻഭാര്യയുടെ സുഹൃത്ത് ഇരുവരും ചേർന്ന് തന്നെ തകർക്കാൻ കൊടുക്കാൻ വേണ്ടി നടത്തിയ ഗൂഢാലോചനയാണ് ഈ കുറ്റകൃത്യം. അല്ലാതെ തനിക്കിതിൽ പങ്കില്ല, പൾസർ സുനിയുമായി തനിക്ക് ബന്ധമില്ല, അങ്ങനെയുള്ള വാദങ്ങളാണ്. ആ വാദങ്ങളാണ് ഈ വെളിപ്പെടുത്തലിലൂടെ പൊളിയുന്നത്. മഞ്ജു വാര്യർക്കോ ശ്രീകുമാർ മേനോനോ ഈ കേസുമായി ഒരു ബന്ധവുമില്ലെന്ന് കൃത്യമായി പറയുന്നുണ്ട് പൾസർ സുനി. മാത്രവുമല്ല, എതിരാളി എന്ന നിലയിൽ, എതിർപ്പാളയത്തുള്ള ആളെന്ന നിലയിൽ മഞ്ജു വാര്യരെ ഈ കേസിലേക്ക് വലിച്ചിടുകയായിരുന്നു എന്നാണ് പൾസർ സുനിയുടെ വെളിപ്പെടുത്തൽ. മാത്രവുമല്ല, നാദിർഷയുടെ പങ്കാളിത്തം, നാദിർഷ കാര്യങ്ങൾ ഒളിച്ചു വെച്ചു, ഭയപ്പാട് കൊണ്ടാകാം ഒന്നും പറയാതെ കൈകഴുകിയത് എന്ന സംശയമാണ് ഇപ്പോൾ പൾസർ സുനിക്കുള്ളത്. അതിനു പുറമെ കാവ്യ മാധവന്റെ പിതാവുമായി ഉള്ള ഇടപാടുകൾ, അങ്ങനെ വലിയ സാമ്പത്തിക ഇടപാടുകൾ പോലും നടത്തിയ കാവ്യ മാധവന്റെ പിതാവ് നേരെ കോടതിക്ക് മുൻപിലെത്തി അവിടെ പറയുന്നു, ഇതാണോ പൾസർ സുനി? പൾസർ സുനിയെ ആദ്യമായി കാണുന്നത് പോലെ പ്രതികരിക്കുന്നു. അത് തന്നെ ഞെട്ടിച്ചുവെന്നാണ് പൾസർ സുനി പറയുന്നത്. ഏതായാലും അങ്ങനെ ഈ ദിലീപുമായി ബന്ധപ്പെട്ടുള്ള ചുറ്റുമുള്ള പലരുമായി വലിയ അടുപ്പമുണ്ടെന്ന് പൾസർ സുനി പറഞ്ഞു വെക്കുമ്പോൾ തന്നെ ദിലീപിന്റെ വാദം, നടിയാക്രമിച്ച കേസിലെ വാദങ്ങൾ പൂർണ്ണമായും തെറ്റാണെന്ന് പറഞ്ഞ് തള്ളുക കൂടിയാണ് ഈ കുറ്റകൃത്യം ചെയ്ത പൾസർ സുനി ചെയ്യുന്നത്.